ഈ മുറികൾ കണ്ടിട്ട് ഉറക്കശാലകൾ പോലെ തോന്നിക്കുന്നു. ഭിത്തിയിൽ അനേകം കൊളുത്തുകളും ആണികളും തറച്ചുവച്ചിട്ടുണ്ട്. കൃഷിയായുധങ്ങളും വിളവുകളും സൂക്ഷിക്കാനുണ്ടാക്കിയവയായിരിക്കണം. ഇപ്പോൾ പുറംകുപ്പായങ്ങളും തോൾ സഞ്ചികളും തൂക്കിയിടാൻ അവ ഉപകരിക്കുന്നു. മൂന്നാമത്തെ വളരെ നീളമുള്ള വലിയ മുറി ഒരു ഇടവഴിയാണ്. അതിൽ ഒന്നുമില്ല. ഒരുപക്ഷെ അത് മൃഗങ്ങളെ കയറ്റി നിർത്താൻ ഉപയോഗിച്ചിരുന്നതായിരിക്കണം. കാരണം ഒരു പുൽത്തൊട്ടിയുണ്ട്. ഭിത്തിയിൽ വളയങ്ങൾ, നിലത്ത് ലാടം തറച്ച കുളമ്പുകൾ ഉണ്ടാക്കുന്ന കുഴികൾ. ഇപ്പോൾ ഈ മുറിയിൽ ഒന്നുമില്ല. വെളിയിൽ ഈ മുറിയോട് ചേർന്ന് ഒരു ഗ്രാമീണ പൂമുഖമുണ്ട്. വളരെ വലുത്. മരത്തൂണുകളിന്മേൽ താങ്ങി നിൽക്കുന്ന മേൽക്കൂട്. മരത്തൂണുകളിൽ വിലങ്ങനെ പിടിച്ചിരിക്കുന്ന കോലുകളിൽ പുല്ലും പായൽ കട്ട പിടിച്ചിരിക്കുന്നതും കാണാം. ശരിക്കും ഇതൊരു പൂമുഖമല്ല, ഒരു ഷെഡാണ്.